എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്കിന്നും ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ആദ്യം പിന്നെ ചിപ്പിയും ഇഷിതയും സൂരജും ആദ്യം ഇവരെയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. സ്കൂളിൽ അഡ്മിഷനൊക്കെ എല്ലാം ഓക്കെ ആകുകയാണ്. അങ്ങനെ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ആദ്യം ഇറങ്ങുന്ന സമയത്ത് മഹേഷും കൂടെ ചെല്ലുന്നു, കാറിൽ ചെല്ലുന്നു. അപ്പോൾ ആദ്യം കയറ്റുന്നില്ല. മഹേഷ് നിങ്ങൾ എന്തിനാണ് കയറുന്നതൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുക. അങ്ങനെ മഹേഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അതേ സമയത്ത് ഇഷിത സൂരജനോട് ചോദിക്കുന്നു, അഡ്മിഷനൊക്കെ ഓക്കെ ആയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സൂരജ് പറഞ്ഞു, എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ ഇംഗ്ലീഷിലെല്ലാം മറുപടി പറഞ്ഞു, എല്ലാം ഓക്കെ ആയി, എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അഡ്മിഷൻ തന്നതെന്ന് പറയുന്നു. അങ്ങനെ ചിപ്പിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, ചിപ്പിക്ക് ഫുൾ മാർക്കാണ്, നല്ല സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഇഷിതയോട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേനും മഹേഷ് നിൽക്കുന്ന ഇഷിത കാണുകയാണ്. അപ്പം അവരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനൊന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ മഹേഷിനെ കളിയാക്കുന്നു. എന്തായിരുന്നു മക്കൾ അച്ഛനും മോനും ഭാര്യയൊക്കെ തമ്മിൽ എന്ത് സ്നേഹമായിരുന്നു, ഇങ്ങനെ കളിയാക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ. അപ്പം മഹേഷ് പറയുന്നു, കണ്ടില്ല, അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട, കുറച്ച് സമയമാണെങ്കിൽ ഞാനത് ആസ്വദിച്ചു എന്ന് പറയുന്നു. അങ്ങനെ മഹേഷിനോട് പറയുന്നു, വിഷമിക്കേണ്ട, ഈ കാർ എടുത്തോ, ഞങ്ങൾ ഇതിന് വേണ്ടാന്ന് പറയുന്നു. അങ്ങനെ കൈ പിടിച്ച് അവർ നടക്കുകയാണ്. അപ്പം ചിപ്പിയോട് ഇഷിത ചേച്ചി പറയും, കണ്ടോ അവരുടെ പ്രണയം എന്ന് പറയുന്നു. അപ്പം ചിപ്പി പറയുന്നു, അവരങ്ങനെ ലവ് ബേർഡ്സ് ആണെന്ന് പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവരവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന അനുഗ്രഹയും അമ്മയും മഹേഷ് പോയി കൂട്ടിക്കൊണ്ട് വരികയാണ്. മഹേഷ് അവരെ കൂട്ടിക്കൊണ്ട് ഗസ്റ്റ് ഹൗസിലൊക്കെ ആക്കുന്നു, സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് അവരെ സേഫായി ആക്കുന്നു. അപ്പോൾ കമ്പനിയിലും എന്തൊക്കെ ഇഷ്യൂ നടക്കുകയാണ്. അങ്ങനെ കമ്പനിയിൽ അരുന്ധതി മേഡം വരുന്ന കാര്യം, അവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നവരെയൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് മഹേഷ്. ഇതേ സമയം ഇഷിത ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ആദ്യയെപ്പറ്റി. ഇൻഷാദിനെ എങ്ങനെ എന്നെ മറക്കാൻ പറ്റും, അവരെ എങ്ങനെയും പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ ന്യൂറോളജിസ്റ്റിനെ അവൾ റൂമിലേക്ക് വിളിക്കുന്നു. ആ സമയം തന്നെ അവൾ ഇൻഷാദിനെ പറ്റി പറയുന്നു, അവനെ എങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു, അവനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇഷ പറയുന്നു, ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, വല്ല തല്ലാനോ കുത്താനോ ആണെങ്കിൽ അവൻ വരുമെന്ന് പറയുന്നു. നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. ഇഷിത വീണ്ടും ആലോചിക്കുകയാണ്, എങ്ങനെയാണ് തൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ, എങ്ങനെ ഇതൊക്കെ ശരിയാക്കാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുകയാണ് അവൾ തന്നെ ഇരുന്ന്. പിന്നീട് കാണിക്കുന്ന കൈലാസിനെയാണ്. കൈലാസ് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നു. അപ്പോൾ അവൻ്റെ കാമുകി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളത് കാണുന്നു. അവൻ അവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവളെ ഓടി ചെന്ന് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താ കൈലാസ് നീ കാണിക്കുന്നത്, നീ എനിക്ക് എൻ്റെ അമ്മയെ ചികിത്സിക്കാൻ പണം തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് ഇത് ചെയ്യണം. അപ്പോൾ അവൻ പറയും, നീ വിഷമിക്കണ്ടേ, നിനക്കറിയാലോ മഞ്ജുവയെ ഡിവോഴ്സ് ചെയ്യാൻ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു. ഞാനെന്താ നിൻ്റെ വെപ്പാട്ടിയാണോ, നീ എത്രയും പേരിൽ ഒരാളാണ് ഞാനെന്നൊക്കെ പറയുന്നത്, എൻ്റെ മാല നീ കൊണ്ടുപോയി, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ പണം തിരിച്ചു തരണം എന്നൊക്കെ പറയണം. അപ്പോൾ കൈലാസ് പറയുന്നത്, വിഷമിക്കേണ്ട, എല്ലാം ശരിയാക്കാം. അപ്പോൾ നീ എവിടെ പോകുമെന്ന് ചോദിക്കുന്നു. ഞാനൊരു എമർജൻസിയിലാണ്, നിന്നെ ഞാൻ എന്തായാലും കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വീണ്ടും ഇഷിതയും മഹേഷിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ്. നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക. നല്ലൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും